എപ്പോഴെങ്കിലും തഹജ്ജുദ് നിസ്കാരത്തെക്കുറിച്ച് ചിന്തിക്കുകയോ അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ടോ? വിശ്വാസികളായ ആളുകൾ അള്ളാഹുവുമായി സ്വകാര്യ ബന്ധം ദൃഢമാക്കുന്ന നിസ്കാരമാണ് തഹജ്ജുദ്. നാം എല്ലാവരും മരിച്ചുപോയി ഖബറിൽ കിടക്കേണ്ടവരാണല്ലോ. എന്നാൽ ഖബറിൻ്റെ ഇരുളിൽ കിടക്കുന്ന മനുഷ്യന് വെളിച്ചമായി മാറുന്നത് രാത്രിയിലെ നിസ്കാരങ്ങളാണ്. ആത്മീയ നേട്ടങ്ങൾക്ക് പുറമെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന രോഗങ്ങളുടെ ചികിത്സക്കുള്ള മരുന്നുകളിൽ അതിപ്രധാനമാണ് രാത്രി തഹജ്ജുദ് നിസ്കാരം. മുൻഗാമികളായ ആളുകൾ തഹജ്ജുദിനെ പതിവാക്കിയത് നിരവധി പവിത്രതകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ്. ആ നിസ്കാരം നമുക്കൊന്ന് ശീലമാക്കിയാലോ? അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഉപദേശം നമുക്കൊന്ന് ശ്രവിക്കാം. രാത്രിയിലെ നിസ്കാരം ശരീരത്തിന് കൂടുതൽ ഭാരമുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഉറക്കത്തിൽ നിന്നുണർന്നുള്ള നിസ്കാരമാണെങ്കിലോ പ്രത്യേകിച്ചും. എന്നാൽ ആദ്യം മുതൽ തന്നെ കഠിന പരിശ്രമം നടത്തണം, പ്രയാസങ്ങൾ സഹിക്കണം. സ്ഥിരമായി നിർവഹിക്കൽ കൊണ്ടാണത് ശീലമാവുക. ശീലമായാലോ അള്ളാഹുമായുള്ള സംഭാഷണത്തിൻ്റെ ആസ്വാദന കവാടമാണ് പിന്നീട് തുറക്കപ്പെടുക. ഈ സുഖം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാലോ പിന്നെ എത്ര നിസ്കരിച്ചാലും വിശ്വാസികളായ നമുക്ക് ആത്മീയ വിശപ്പ് അടങ്ങുകയുമില്ല. പിന്നീട് അതൊരു ഭാരമായി തോന്നുകയോ അല്ലെങ്കിൽ മടി അനുഭവപ്പെടുകയോ ചെയ്യുകയുമില്ല. ഈ രീതിയിലുള്ള അനുഭൂതികൾ നല്ല ജനങ്ങളിൽ അഥവാ വിശ്വാസികളായ ആളുകളിൽ പലരും അനുഭവിച്ചിട്ടുമുണ്ട്. നോക്കൂ നിങ്ങൾ, ഭൗതിക വിനോദങ്ങൾ അതിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ നല്ല സുഖവും ആസ്വാദനവും തഹജ്ജുദ് നിസ്കാരക്കാർക്ക് രാത്രികളിൽ ലഭിക്കും എന്ന് കിതാബുകളിൽ കാണാൻ കഴിയുന്നതാണ്. തഹജ്ജുദിന് വേണ്ടതെന്താണ്? നേരത്തെ ഉറങ്ങുക, പുലർച്ചെ ഉണരുക. ഖുർആൻ തന്നെ വിശ്വാസികളെ അതാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഓർമ്മ വേണം: എൻ്റെ ഉമ്മത്തിനെ പ്രഭാതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. പിച്ഛ്ലേ പഹർ ഹോത്താ ഹേ സാരേ ജഹാൻ സോത്താ ഹേ, കോയി കിസി കെ യാദ് മേ ചുപ്കെ റോത്താ ഹേ. സന്ധ്യ മയങ്ങുന്നു, ലോകം ഉറങ്ങുന്നു, വിശ്വാസികൾ രഹസ്യമായി പ്രാർത്ഥിക്കുന്നു.